ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നമ്മുടെ കാസർഗോട്ടുകാരുണ്ടാക്കുന്ന നാടൻ അവിൽ കുഴച്ചതാണ്. ചായക്ക് കഴിക്കാൻ ഒന്നുമില്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് ഈ അവിൽ കുഴച്ചത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി 300 ഗ്രാം ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ശർക്കര നന്നായിട്ട് പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് നല്ലപോലെ മെൽറ്റാക്കി എടുക്കണം. ഈ ശർക്കര ഉണ്ടല്ലോ, അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഇത് അരിച്ചെടുക്കണം. ഇപ്പോൾ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പച്ച തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ അവിൽ കുഴച്ചത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് തന്നെ ഈ തേങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പല രീതിയിലും അവിൽ കുഴച്ചത് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളുടെ കാസർഗോഡ് സ്റ്റൈൽ ഇതാണ്. വളരെ സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയുമാണ്. തേങ്ങ നന്നായിട്ട് കുക്കാവുന്നവരെ നമുക്ക് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തേങ്ങ വേവിച്ചാൽ മതി. കൂടുതൽ ടൈമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. തേങ്ങ ഏലക്ക മിക്സെല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചൂടോട് കൂടി അവിലിട്ട് കൊടുത്താൽ അവിൽ ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് നല്ലപോലെ ഹാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പണ്ടുണ്ടല്ലോ, അതായത് ഞങ്ങൾ ഈ മിക്സിനെ പണ്ടെന്നാണ് പറയുന്നത്, അത് നല്ലപോലെ ചൂടാറണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതനുസരിച്ച് ചെയ്യാം. ഞാൻ ചൂടാറിയതിന് ശേഷമാണ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് 3 കപ്പ് അവിലിട്ട് കൊടുത്തു. 250 ml മെഷർമെൻറ്റ് കപ്പിൽ ലെവലായിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ 3/4 കപ്പ് പൊരിയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കറുത്ത എള്ളോ അല്ലെങ്കിൽ നട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ പൊതുവെ ഇതൊന്നും ചേർത്ത് കൊടുക്കാറില്ല. ഏലക്കാപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കട്ടൻ ചായയോ കോഫിയോ പാൽ ചായയോ ഏതായാലും കുഴപ്പമില്ല, അടിപൊളി കോമ്പിനേഷനാണ്. കുഴച്ചെടുക്കുന്ന സമയം പണ്ടം അവിലുമായിട്ട് നന്നായിട്ട് മിക്സ് ആവണം. പിന്നെ പൊരിയാണെങ്കിലും അവിലാണെങ്കിലും നല്ല ക്രിസ്പി ആയിട്ടുള്ളത് തന്നെ എടുക്കണം, പഴയതെടുക്കണ്ട. അങ്ങനെയാകുമ്പോൾ ടേസ്റ്റ് കിട്ടില്ല. എല്ലാം നല്ല പോലെ കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ അതവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഇതേ അളവിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 350 ഗ്രാം വരെ ചേർത്ത് കൊടുക്കാം ശർക്കര. ഞാനിവിടെ 300 ഗ്രാമാണ് ചേർത്തിട്ടുള്ളത്. ഇതന്നെ നല്ല മധുരമാണ്. ഒരു തേങ്ങ മുഴുവൻ ഇട്ടതുകൊണ്ട് ഭയങ്കര സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. വീണ്ടും കാണാം. ബൈ ബൈ.